Good evening, traders and investors. This is Siat Illegal. Welcome to Post Market Report, sponsored by Delta Exchange, leading cryptocurrency trading platform in India. മാർക്കറ്റിലേക്ക് വരുമ്പോൾ 2 ദിവസം കൊണ്ട് ബാങ്ക് നിഫ്റ്റി 1300 പോയിന്റിൻ്റെ അടുത്ത് ഒരു റാലി രേഖപ്പെടുത്തി. RBI കൃത്യസമയത്ത് തന്നെ മാർക്കറ്റിൽ ഇടപെട്ടു. ഏകദേശം 60,000 കോടി രൂപയുടെ ബോണ്ട് പർച്ചേസ് വഴി 1.5 lakh ക്രോഡ്സ് ലിക്വിഡിറ്റി മാർക്കറ്റിലേക്ക് വരും എന്നുള്ളതുകൊണ്ട് ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനീസിലൊരു റാലി കണ്ടു. കൂടാതെ തന്നെ NVIDIAയുടെ 16% ഇടിവിന് ശേഷം ഇന്നലെ US ടെക്നോളജി കമ്പനീസ് റിക്കവറി രേഖപ്പെടുത്തിയത് ഇന്ന് നമ്മൾ IT കമ്പനീസ് ആയിട്ടുള്ള വിപ്രോ, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനീസിൽ ഒരു ബൈയും കണ്ടു. RBI അത് മാത്രമല്ല ചെയ്തിട്ടുള്ളത്. RBI USD INR സ്വാപ്പ് ആക്ഷൻ വഴി കൂടുതൽ ലിക്വിഡിറ്റി കൂടി മാർക്കറ്റിലേക്ക് ബൂസ്റ്റ് ചെയ്യും. ITCയുടെ ഹോട്ടൽ സ്റ്റോക്കുകൾ ITC ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. ബജാജ് ഓട്ടോ, TVS, ടാറ്റ മോട്ടേഴ്സ് തുടങ്ങിയ കമ്പനീസിൻ്റെ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടാതെ തന്നെ സെൻസെക്സ് 600 പോയിൻറ്റിൻ്റെ ഒരു നേട്ടം കൈവരിച്ചു. ഇനിയിപ്പോൾ നാളെ നമുക്കുള്ളത് കൂട്ട എക്സ്പയറിയാണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി തുടങ്ങിയ ഇൻഡെക്സുകളുടെ എല്ലാം തന്നെ എക്സ്പയറിയാണ് നാളെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നത് മന്ത്ലി എക്സ്പയറീസ് എല്ലാം തന്നെ അതാത് തിങ്കളാഴ്ച മിഡ് ക്യാപ്പ്, ചൊവ്വാഴ്ച ഫിൻ നിഫ്റ്റി, ബുധനാഴ്ച ബാങ്ക് നിഫ്റ്റി, അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. എന്നാൽ എല്ലാം വ്യാഴാഴ്ചയാണ്. കൂടാതെ തന്നെ US ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങും അതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നാളത്തെ ദിവസം വളരെയധികം വോളറ്റൈലാക്കും. ഈ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തിയിട്ട് കൂടിയും മാർക്കറ്റിലെ ചാഞ്ചാട്ട സൂചികളായിട്ടുള്ള ഇന്ത്യ വിക്സ് ഇടിയുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്പൈക്കാണ് രേഖപ്പെടുത്തിയത്. ശനിയാഴ്ച ദിവസമാണ് നമ്മളുടെ ബഡ്ജറ്റ് ഉള്ളത്. അന്നേ ദിവസം മാർക്കറ്റ് ഉണ്ടാകും. അതുകൊണ്ടൊക്കെ തന്നെ മാർക്കറ്റിൽ വോളറ്റിലിറ്റി നിലനിൽക്കും. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. ഇന്നത്തെ ആദ്യത്തെ 10 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്ത ലോ തന്നെയാണ് ഇന്നത്തെ ലോ, അതായത് 22,975. പിന്നീട് മാർക്കറ്റ് പതിയെ മുന്നോട്ട് സഞ്ചരിച്ച് 23,176 വരെ നിഫ്റ്റി പോയി. നിഫ്റ്റിയുടെ ട്രേഡിംഗ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 274, ഇന്നലത്തേന് സമാനമാണ്. ഇന്ന് ശ്രീറാം ഫിനാൻസ്, ഭാരത് ഇലക്ട്രോണിക്സ്, ടാറ്റ മോട്ടേഴ്സ്, വിപ്രോ, SBI ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ കമ്പനീസ് നേട്ടം കൈവരിച്ചു. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനീസിൽ ഈ ബഡ്ജറ്റിൽ അവർക്ക് ഫേവറബിളായിട്ടുള്ള തീരുമാനങ്ങൾ വരുമെന്നുള്ള അഭ്യൂഹങ്ങൾ, ഈ ഓട്ടോമൊബൈൽ കമ്പനീസിനെല്ലാം തന്നെ അവർക്ക് ഫേവറബിളായിട്ടുള്ള തീരുമാനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെയാണ് ഇപ്പോൾ ഓട്ടോമൊബൈലും ഇൻഷുറൻസ് മേഖലയിലും ഇന്ന് നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഏഷ്യൻ പെയിൻറ്റ്, ഭാരത് എയർടെൽ, ബ്രിട്ടാനിയ, ITC, മാരുതി സുസുക്കി തുടങ്ങിയ കമ്പനീസിൽ സ്ലൈറ്റ്ലി ഇടിവ് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 1 ലക്ഷം എന്ന് പറയുന്ന റേഞ്ച് ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ബിറ്റ്കോയിനെല്ലാം തന്നെ നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാം. ഡെൽറ്റ എക്സ്ചേഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബ്രന്റ് ഓയിൽ 75 ഒന്ന് ഇടിഞ്ഞു. ഗോൾഡ് സ്റ്റേബിളാണ്. $2,762 പെർ ഔൺസ് ആയിട്ടാണ് ടോപ്പ് ചെയ്ത് മൂന്നാമത്. ഇന്ത്യ വിക്സ് കാണാം 1.92% സ്പൈക്ക് ഉണ്ടായി, 18.54. ഡോ ഫ്യൂച്ചർ 41 പോയിന്റ് ഇടിവിൽ. ജപ്പാൻ മാർക്കറ്റ് റാലി, ഓസ്ട്രേലിയ റാലി, കൊറിയ റാലി, ചൈന ഫ്ലാറ്റ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഏറ്റവും താഴെ കാണാം. ഓൾമോസ്റ്റ് പോസിറ്റീവ് ആണെന്ന് വേണം പറയാൻ. ഇതാണ് ഇപ്പോഴുള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സും നമ്മുടെ മാർക്കറ്റിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളും. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ വരുന്ന ശനിയാഴ്ച ദിവസം ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ വെച്ച് കൊച്ചിയിൽ വെച്ചിട്ടുണ്ട്. ബേസിക്കലി നമുക്ക് സ്റ്റോക്കുകളുടെ ഫണ്ടമെൻ്റൽ, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട്, ക്യാൻഡിൽ സ്റ്റിക്ക്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്ന ശനിയാഴ്ച ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കാണ്, ഓപ്ഷനല്ല, ബേസിക്കാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ഇന്ത്യൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 35% ഇയർ ഉയർന്ന് 2,852 കോടി രൂപ കരസ്ഥമാക്കി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 10% വർധനവ്. അദാനി പവർ നെറ്റ് പ്രോഫിറ്റ് 7% ഉയർന്ന് 2,940 കോടി രൂപ കരസ്ഥമാക്കി. മാരുതി സുസുക്കി 13% നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. റവന്യൂ 16% ഉയർന്നു. ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽ കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും കമ്പനിയുടെ റെഫ്രിജറൻസ്, ഗ്യാസ് പ്രൈസ് എല്ലാം തന്നെ ഉയർത്താനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 22% ഇയർ ഓൺ ഇയർ ഇടിഞ്ഞ് 5,451 കോടി രൂപ കരസ്ഥമാക്കി. ബ്ലൂ സ്റ്റാർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 32% ഉയർന്ന് 133 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 25% ഉയർന്നു. റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് ഏഷ്യ കമ്പനി ബർഗർ കിങ്ങിൻ്റെ എല്ലാം തന്നെ ഓപ്പറേറ്റേഴ്സാണ്. നെറ്റ് ലോസ് വൈഡൻ ചെയ്തു.
50 കോടി രൂപ ലോസ്. പക്ഷേ കമ്പനി 69 സ്റ്റോർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബർഗർ കിങ് ഏറ്റവും വളരെ എക്കണോമിക് റേറ്റിൽ ബർഗറെല്ലാം തന്നെ അവൈലബിൾ ആകുന്ന കമ്പനിയാണ്, ചെയിൻ കമ്പനിയാണ്. KPI ഗ്രീൻ എനർജി കമ്പനി ഇന്ന് ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിരുന്നു. IPOയിലേക്ക് വരുമ്പോൾ ഡെൻറ്റ വാട്ടർ ആൻഡ് ഇൻഫ്രാ ഷെയർ 12% പ്രീമിയത്തോട് കൂടിയിട്ട് ഇന്ന് ലിസ്റ്റ് ചെയ്തു. IPOയിൽ അപ്ലൈ ചെയ്ത് ചില ആളുകൾക്ക് സ്റ്റോക്ക് കിട്ടിയില്ല, എന്നാൽ ഫണ്ടും റീഫണ്ട് ആയിട്ടില്ല. അങ്ങനത്തെ സിനാരിയോസൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ മാനേജ് ചെയ്യാനായിട്ട് സെബി പുതിയതായിട്ടുള്ള ഒരു ഈ ഗ്ലിച്ചെല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് സിസ്റ്റമെല്ലാം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് IPO കിട്ടാത്ത ആളുകൾ, ഫണ്ട് റീഫണ്ട് ചെയ്യാത്ത ആളുകൾക്കൊക്കെ ബ്രോക്കറൊക്കെ ആയിട്ട് ബന്ധപ്പെടാം. L&T ടെക്നോളജി കമ്പനി $80 മില്യൺ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. US ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ നിന്നാണ് കിട്ടിയത്. ASK ഓട്ടോമൊബൈൽസ് കമ്പനി 49 കോടി രൂപയിൽ നിന്ന് 65 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. SRF കമ്പനി 259 കോടി രൂപയിൽ നിന്ന് 271 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. IT കമ്പനിയായിട്ടുള്ള ഇൻഫോസിസ് സൈമൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. അപ്പോളോ മൈക്രോ കമ്പനി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനിയായിട്ട് ഇവർ പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ക്യാംസ് നെറ്റ് പ്രോഫിറ്റ് 40% ഉയർച്ച കൈവരിച്ചു. കൂടാതെ ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 38% ഇയർ ഓൺ ഇയർ ഉയർന്നു. JBM ഓട്ടോ കമ്പനി 48 കോടി രൂപയിൽ നിന്ന് 56 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. റാഡിഗോ കെയ്ത്തൻ കമ്പനി ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനി 48 കോടി രൂപയിൽ നിന്ന് 56 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ദീപക് ഫെർട്ടിലൈസർ കമ്പനി 60 കോടി രൂപയിൽ നിന്ന് 250 കോടി രൂപയിലേക്ക് ഉയർന്ന ആദായം രേഖപ്പെടുത്തി. മാസ് ഫിനാൻസ് കമ്പനി 63 കോടി രൂപയിൽ നിന്ന് 80 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് 25% വർധനവ് രേഖപ്പെടുത്തി. കമ്പനി മികച്ച ആദായം രേഖപ്പെടുത്തി. നാളെ രാവിലെ 7:00 നമ്മൾ പ്രീ മാർക്കറ്റ് സെക്ഷനായിട്ട് എത്താം. എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.